കാസർഗോഡ് ചെർക്കളയിലെ രഞ്ജിത്തിന്റെ വേർപാടിന്റെ ദുഃഖത്തിലാണ് നാട്. രാത്രിയോടെ മൃതദേഹം നാട്ടിലെത്തിക്കും. ഇന്ന് തന്നെ സംസ്കാരം നടക്കും. സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രഞ്ജിത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഇവിടെ ചെർക്കളയിൽ പൂർത്തിയായി വരികയാണ്. നാടിന്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ ഒരു ദുഃഖത്തിലാണ് ചെർക്കള സ്വദേശമാകെയുള്ളത്. ഇപ്പോൾ രഞ്ജിത്തിന്റെ ഇളയച്ചൻ കൂടെ ചേരുന്നുണ്ട്. രഞ്ജിത്ത് ഏറ്റവും അവസാനം എപ്പോഴാണ് നാട്ടിലേക്ക് വന്നപ്പോൾ? ഈ വീട് കൂടിയല്ലേ വന്നിട്ട് പോയത്. 2 വർഷമായി വന്നിട്ട് പറ്റും. ഇപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളായിട്ടുണ്ട്. അടുത്ത മാസം വരെ വന്നിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനത്തെ വാർത്ത കേട്ടത്. 1.5 വർഷം മുമ്പാണ് വന്നു പോയതല്ലേ? 2 വർഷമായി വന്നിട്ട് പോയി. ഈ വരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ടിക്കറ്റ് ഇടാക്കി പറഞ്ഞു. ടിക്കറ്റ് എടുത്തിട്ട് അപ്പോഴാണ് ഇങ്ങനത്തെ ഉണ്ടായത്. എത്ര വർഷമായി ഇവിടെ കുവൈറ്റിൽ? 10 വർഷമായി. വീടൊക്കെ രഞ്ജിത്ത് തന്നെ അവിടെ ജോലി ചെയ്ത് കിട്ടിയതാണ്? ലോണ് 2 ബാങ്കിൽ നിന്ന് ലോണുണ്ട്. ലോൺ എടുത്ത് കൂടെ. പഞ്ചായത്ത് മെമ്പർ ശിവപ്രസാദ് കൂടെ ചേരുന്നുണ്ട്. വലിയൊരു ദുഃഖമാണ് നാട്ടിലാകെ നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു തോന്നുന്നു. ഈ രഞ്ജിത്തിന്റെ നേരത്തെ പറഞ്ഞപോലെ തന്നെയാണ് നമ്മുടെ AKG ക്ലബിന്റെയും സജീവ പ്രവർത്തകനായിരുന്നു. ഗൾഫിലുണ്ടാകുമ്പോഴും ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായവും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത്. നാട്ടിലെത്തിയാൽ വീട്ടിൽ മാത്രം നിൽക്കുകയല്ല, ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിലും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു രഞ്ജിത്ത്. സംസ്കാര ചടങ്ങൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് പോലെ ഉണ്ടാവും. ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ എല്ലാ സെക്യൂരിറ്റി കൂടിയാണ് വരുന്നത്. പോലീസൊക്കെ മുമ്പിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 7 മണിക്കൂർ വേണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി. എത്തിക്കഴിഞ്ഞാൽ ഈ രഞ്ജിത്തിന്റെ വീട് തൊട്ട് മുമ്പിലുള്ള വീട്ടിലാണ് പൊതുദർശനം വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ പൊതുദർശനത്തിന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീടിനകത്ത് അവരെ കുടുംബ സ്ഥലത്ത് വെച്ചിട്ട് കുടുംബ ശ്മശാനമുണ്ട്. അവിടെ വെച്ചാണ് സംസ്കരിക്കാൻ വേണ്ടിയാണ് അവരെ കുടുംബമൊക്കെ ആലോചിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ സംസ്കരിക്കണമെന്നാണ് ആലോചിച്ചത്. വലിയ ദുഃഖത്തിലാണ് നാടൊന്നാകെ. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി എത്ര വൈകിയാലും സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രഞ്ജിത്തിന്റെ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. രാത്രിയോടുകൂടി കൊച്ചിയിൽ നിന്ന് മൃതദേഹം ഇവിടെ നാട്ടിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.